ഹായ് ട്രെയിനീസ്, ഈ സെഷനിൽ നമ്മൾ MPT കൺട്രോളർ സോളാർ പാനലും സോളാർ ബാറ്ററിയുമായി ബന്ധിപ്പിക്കാനും വ്യത്യസ്ത സമയ ഇടവേളകളിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട്, ബാറ്ററി വോൾട്ടേജ് എന്നിവ ശ്രദ്ധിക്കാനും പഠിക്കും. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് MPPT ചാർജർ കൺട്രോളറിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനും സോളാർ പാനലുകളിൽ നിന്നുള്ള ഊർജ്ജ വിളവെടുപ്പ് വർദ്ധിക്കുന്നതിനുള്ള MPPT ചാർജ് കൺട്രോളറിന്റെ സവിശേഷതകൾ വിശദീകരിക്കാനും MPPT ചാർജ് കൺട്രോളറിന്റെ പ്രയോജനം മനസ്സിലാക്കാനും MPPT കണക്ട് ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങൾ വിവരിക്കാനും കഴിയും. മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് അല്ലെങ്കിൽ MPPT സോളാർ ചാർജ് കൺട്രോളർ എന്നത് ഒരു ബാറ്ററി ചാർജറും സ്റ്റാൻഡ് അലോൺ PV സിസ്റ്റങ്ങൾക്കുമുള്ള ലോഡ് കൺട്രോളറുമാണ്. ഏറ്റവും പുതിയ തരം സോളാർ ചാർജ് കൺട്രോളറാണിത്. സോളാർ പാനലിന്റെ ഔട്ട്പുട്ടുമായി ബാറ്ററി ചാർജ് ലെവലിനെ തുടർച്ചയായി താരതമ്യം ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ട്രാക്കിംഗ് സിസ്റ്റമാണിത്. അത് പിന്നീട് ബാറ്ററിയിൽ പ്രയോഗിക്കേണ്ട വോൾട്ടേജും കറണ്ടും ക്രമീകരിക്കുകയും സോളാർ പാനലിൽ നിന്നുള്ള അതേ പവർ സംരക്ഷിച്ച് ബാറ്ററി കൂടുതൽ കാര്യക്ഷമമായി ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ഓവർ ചാർജ് അല്ലെങ്കിൽ ആഴത്തിലുള്ള ഡിസ്ചാർജ് തടയുന്നതാണ് കൺട്രോളർ. കൺട്രോളർ ബോർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാഹ്യ ലോഡിന് ഇത് ഓട്ടോമാറ്റിക് ലോഡ് നിയന്ത്രണം നൽകുന്നു. ഈ ഒപ്റ്റിമൈസ് ചെയ്ത ബാറ്ററി ചാർജിംഗ് പ്രക്രിയ ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കുകയും ബാറ്ററി പരിപാലനം കുറയ്ക്കുകയും സിസ്റ്റം പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. MPPT സോളാർ ചാർജ് കൺട്രോളറിന്റെ ചില സവിശേഷതകൾ നോക്കാം. MPPT PWM തരം ബാറ്ററി വോൾട്ടേജ് നിയന്ത്രണം നൽകുകയും PV മൊഡ്യൂളിൽ നിന്ന് ലഭ്യമായ എല്ലാ പവറും വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത ചാർജ് കൺട്രോളുകളെ അപേക്ഷിച്ച് MPPT സാങ്കേതിക വിദ്യയ്ക്ക് ചാർജ് കറണ്ട് 30% അല്ലെങ്കിൽ അതിൽ കൂടുതലോ വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ കൺട്രോളർ സോളാർ പാനലുകളിൽ നിന്നുള്ള ഊർജം പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരു സ്മാർട്ട് ട്രാക്കിംഗ് അൽഗോരിതം അവതരിപ്പിക്കുന്നു. സോളാർ PV ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ആധുനിക ഇൻവെർട്ടറുകളിൽ സോളാർ ബാറ്ററികൾക്ക് ആവശ്യമായ 3 തരത്തിലുള്ള ചാർജിംഗ് MPPT ചാർജ് കൺട്രോളറുകൾ നിർവഹിക്കുന്നു. ബൾക്ക് ചാർജിംഗ്, അബ്സോർപ്ഷൻ ചാർജിംഗ്, ഫ്ലോട്ട് ചാർജിംഗ് എന്നിവയാണ് അവ. MPPTയുടെ പ്രയോജനം പരമാവധി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫോട്ടോ വോൾട്ടൈക് മൊഡ്യൂളുകൾ പ്രവർത്തിപ്പിക്കുക എന്നതാണ്. ഇത് മൊഡ്യൂളുകളുടെ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് വ്യത്യാസപ്പെടുത്തുകയും ലഭ്യമായ പരമാവധി പവർ നൽകാൻ അവയെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. അധിക വൈദ്യുതി ശേഖരിക്കുന്നത് ബാറ്ററി ചാർജിങ്ങിനുള്ള കറണ്ട് വർദ്ധിപ്പിക്കുന്നു. MPPT ഒരു മെക്കാനിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു, എന്നാൽ രണ്ട് സിസ്റ്റങ്ങളും വ്യത്യസ്തമാണ്. PWM കൺട്രോളറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ MPPT ചാർജ് കൺട്രോളറുകൾ കൂടുതൽ ചെലവേറിയതാണ്, എന്നാൽ അവയുടെ പ്രകടനം ഗണ്യമായി മെച്ചപ്പെട്ടതാണ്. സോളാർ പാനലും സോളാർ ഔട്ട്പുട്ടും ഉപയോഗിച്ച് MPPT കൺട്രോളർ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്രമം: 75 വാട്ട് സോളാർ പാനൽ, സോളാർ ബാറ്ററി 12 വോൾട്ട്, 100 ആംപിയർ അവർ, കണക്റ്റിംഗ് വയറുകൾ, MPPT കൺട്രോളർ, വോട്ട് മീറ്റർ, അമ്മീറ്റർ എന്നിവ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഡയഗ്രം അനുസരിച്ച് ഘടകങ്ങൾ ബന്ധിപ്പിക്കുക. സൂര്യപ്രകാശത്തിൽ സോളാർ പാനൽ സ്ഥാപിക്കുക. ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജുകളും കറണ്ടും പരിശോധിക്കുക. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. സോളാർ പാനലും സോളാർ ബാറ്ററിയും ഉപയോഗിച്ച് MPPT കൺട്രോളർ ബന്ധിപ്പിക്കുന്നതിന് വ്യത്യസ്ത സമയ ഇടവേളകളിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട്, ബാറ്ററി വോൾട്ടേജ് എന്നിവ ശ്രദ്ധിക്കുക എന്ന സെഷന്റെ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് MPPT ചാർജ് കൺട്രോളറിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനും സോളാർ പാനലുകളിൽ നിന്നുള്ള ഊർജ്ജ ശേഖരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള MPPT ചാർജ് കൺട്രോളറിന്റെ സവിശേഷതകൾ വിശദീകരിക്കാനും MPPT ചാർജ് കൺട്രോളറിന്റെ ഗുണം മനസ്സിലാക്കാനും MPPT കൺട്രോളറിനെ സോളാർ പാനലുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ വിവരിക്കാനും കഴിയും.